ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ മ്യൂണിക് ഹോളിഡേ ഇൻ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ടൊക്കെ ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പം നമ്മൾ നേരെ പോകുന്നത് ഇംഗ്ലീഷ് ഗാർഡനിലോട്ടാണ്. ഹോളിഡേയിൽ നിന്ന് നമ്മൾ ഇറങ്ങി നേരെ വണ്ടി ലക്ഷ്യമാക്കി പോകുന്നു. ഇനി നമുക്ക് പോകാൻ മ്യൂണിക്കിലെ ഇംഗ്ലീഷ് ഗാർഡനാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് മ്യൂണിക് സിറ്റിക്കുള്ളിലാണ്. ഈ കാണുന്ന റെയിൽവേ പാളം കണ്ട് ട്രാം പോകുന്ന ഏത് സമയവും മുന്നിൽ കൂടെയും പുറകെ കൂടെ ഒക്കെ അവൻ വരാം. 30 കിലോമീറ്റർ സ്പീഡാന്ന് തോന്നുന്നു. ഇവിടെ പതുക്കെ സഞ്ചരിക്കണം. ഇന്ന് സൺഡേ മോർണിംഗ് ആയതുകൊണ്ട് വളരെ ക്വയറ്റാണ് സിറ്റി. സ്പീഡ് വിഷയമല്ലേ അയർലൻഡ്? ഇവിടെ പക്ഷേ യൂറോപ്പിൽ ഭയങ്കര വിഷയം. ശരിക്കും അയർലൻഡില് അത് ശരി. അത് വിഷയമല്ലേ? അത് ടേക്ക് കെയർ ചെയ്യണം. അത് ഇവിടെയും വേണം. പക്ഷെ ഇവിടെ 30 തന്നെ പോകണം. അടി മാത്രം ക്യാമറയുണ്ട്. ഇപ്പൊ കണ്ടില്ല. ഇത് മ്യൂണിക് സിറ്റിയുടെ ഒരു ഭാഗമാണ്. ഞാൻ ഒരു ശല്യം ചെയ്യുന്നില്ല. ഓക്കെ, മിക്കവാറും യൂറോപ്പിൽ എല്ലായിടത്തും ഇതുപോലെ ഒരു ഇങ്ങനെ നടക്കാനും ഒക്കെ ഉള്ള നടപ്പാത ഉള്ളതുകൊണ്ട് നല്ല രസമാണ് ഇവിടെ കാണാൻ. നല്ല രസമാണ്. ഇങ്ങനെയാണ് നമ്മൾ എവിടെ ആയിരുന്ന വിയന്നയിലും ഇങ്ങനെ എല്ലായിടത്തും ഉണ്ട് ഇതുപോലെ തന്നെ സിറ്റിയിൽ. ചേച്ചി അനിയത്തിയും കൂടി ഇരിക്കുന്ന കണ്ടോ രഞ്ജപ്പ, കണ്ടോ? ഇങ്ങനെയാണ് ഇവരിത് ജർമ്മനിയിലെ ഏത് സ്ഥലം, മുഞ്ചൻ, മ്യൂണിക്കിൽ കൂടി ഇങ്ങനെ സല്ലപിച്ച് പോകുന്ന കണ്ടോ? കണ്ടോളൂ. ഹോളിഡേയിലൊക്കെ സ്റ്റേ ചെയ്ത് അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ദേ പോകുന്നു. ഒരു 7 ഡിഗ്രി 6 ഡിഗ്രി തണുപ്പാണ് വെളിയിൽ. സുന്ദരമായ കാലാവസ്ഥ, സുന്ദരമായ കാലാവസ്ഥയാണ്. എനിക്ക് റൈറ്റ് അല്ല എടുക്കണ്ട, എനിക്ക് നേരെ പോകണ്ട. നമ്മൾ നേരെ തന്നെ പോകണം. പ്രശസ്തമായ ഇംഗ്ലീഷ് ഗാർഡൻ കാണാൻ വേണ്ടി പോവാണ്. മ്യൂണിക്. ഇതെന്തോ ഒരു സംഭവം. സിറ്റി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇങ്ങനെ തളിർത്ത് നിൽക്കുകയാണ്. നല്ല രസമാണ്. മ്യൂണിക് മൊത്തം ഭയങ്കര രസമാണ് കാണാൻ. എല്ലായിടത്തും രസമാണ്. അതാ ഡൗൺ ടൗൺ എനിക്കും തോന്നി. അത് എല്ലാ രാജ്യത്തിലെയും ഡൗൺ ടൗൺ, ഈ സിറ്റികളിലും ഡൗൺ ടൗൺ അതുപോലെ അലമ്പാ. ഇപ്പം ട്രെയിൻ സ്റ്റേഷന്റെ ഒക്കെ അടുത്ത് കൊറേ അലമ്പാ. അതല്ല സിറ്റി സെന്റർ ശരിക്കും. നമ്മൾ പോയടല്ല, അടുത്താണെന്നേ ഉള്ളൂ. അതും ട്രെയിൻ സ്റ്റേഷന്റെ അടുത്താണെന്നേ ഉള്ളൂ. ഇതൊക്കെയാ സിറ്റി സെന്റർ. ഇപ്പൊ നമ്മൾ ലെഫ്റ്റ് എടുക്കുമ്പോൾ ശരി. ഇംഗ്ലീഷ് പാർക്കിംഗ് എന്തോ അവിടെ പറയുന്നുണ്ട് അണ്ണൻ. അവനോട് പറയാൻ നേരെ പോയിട്ട് തിരിച്ചിട്ട് വരാൻ. ഉറപ്പാ. നമ്മളങ്ങനെ ഇംഗ്ലീഷ് ഗാർഡന്റെ ഉള്ളിൽ വന്ന് പാർക്കിങ്ങില് 3 യൂറോ ഇവിടെ പാർക്ക് ചെയ്യാം. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു ഇംഗ്ലീഷ് ഗാർഡൻ്റെ പാർക്കിങ്ങിൽ. അതിനുശേഷം നമ്മൾ നേരെ അവിടെ നിന്ന് പോവാണ് ഗാർഡൻ്റെ ഉള്ളിലോട്ട്. അത്യാവശ്യം മഴയൊക്കെ പെയ്തിച്ച് തെന്നിക്കിടക്കുക. ചെറിയ തെന്നലുണ്ട് ഇവിടെ. രണ്ടെണ്ണന്മാർ പോകുന്നുണ്ടോ? നൈസ്. ഈ പാർക്ക് ഏതാണ്ട് 100 ഏക്കർ അതിൽ കൂടുതൽ വലുപ്പമുണ്ട് ഈ പാർക്കിന്. ഭയങ്കര വലിയ പാർക്കാണ്. ഇതുപോലെ തന്നെ അരുവികളും ചെറിയ പുഴ പോലെ ഈ പാർക്കിൻ്റെ ചുറ്റിനും ഇതുപോലത്തെ നദിയുണ്ട്, ചെറിയ അരുവി. ഇവിടെ നല്ല വേനൽക്കാലത്താണെങ്കിലും വെള്ളം കാണും. ഇതെനിക്ക് തോന്നുന്നത് നാച്ചുറൽ
ഉള്ള ഒരു പ്രോസസ് അല്ലെന്ന് തോന്നുന്നു. കാരണം ഇതിനകത്ത് വേറെ ഇപ്പം അരുവി വരാൻ ഉള്ള വകുപ്പ് വേറെ ഏതാന്ന് മനസ്സിലാകുന്നില്ല. എനിക്കൊന്ന് നമ്മളിപ്പോൾ റിയാദിലെ കിങ് സൽമാൻ പാർക്ക് ഓൾമോസ്റ്റ് ഇപ്പം ന്യൂയോർക്കിലെ സെൻട്രൽ പാർക്ക് പോലെ ഈ ഇംഗ്ലീഷ് പാർക്ക് പോലെ തന്നെ അരുവികളും അതുപോലെ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. അടിപൊളിയായിട്ട് അവിടെ ഈ പറയുന്ന പാർട്ടി ഹാളുകളും സിനിമ ഹാളുകളും അങ്ങനെയുള്ള ഭയങ്കര വലിയൊരു പാർക്കാണ് റിയാദിൽ വരുന്നത്. എനിക്ക് തോന്നുന്നു ഇതിനോട് സമാനമായിട്ടുള്ള സംഭവം പോലെ ആയിരിക്കും അവരും അത് ഡിസൈൻ ചെയ്തിരിക്കുന്നു തോന്നുന്നു. കാര്യം ഇതെല്ലാം ഇതിനകത്ത് അതിലും വരും. 16 കിലോമീറ്റർ സ്ക്വയർ അല്ല കിങ് സൽമാൻ പാർക്ക്. അപ്പം ഏതാണ്ട് ഭയങ്കര വലിപ്പമുള്ള ഒരു പാർക്കായിട്ട് വരും അത്. അതുകൂടെ വന്നു കഴിഞ്ഞാൽ റിയാദിൻ്റെ മുഖച്ഛായ തന്നെ മാറും. ഞാനിപ്പോൾ ഇവിടെ ഈ ഇംഗ്ലീഷ് ഗാർഡന് കയറിയപ്പോൾ എനിക്ക് അതാണ് തോന്നിയത്. നമ്മൾ താമസിക്കുന്ന സിറ്റിയിലും ഇതുപോലൊരു പാർക്ക് വരുമെന്ന് പറയുന്നത് ഒരു സംഭവമല്ലേ. ഇത് ശരിക്കും കഴിഞ്ഞാൽ നാച്ചുറലാണെന്ന് പറയുന്നത്. ഏതോ ഒരിടത്തുനിന്ന് വരുന്ന വെള്ളമാണ് ഇത്. നാച്ചുറലാണ് അത്രേ. നല്ല ഒഴുക്കാണ് ശരിക്കും കഴിഞ്ഞാൽ. ഇതിനകത്ത് നമ്മൾ നിൽക്കുമ്പോഴത്തേക്കേ അറിയത്തുള്ളൂ ഇതിൻ്റെ ഒഴുക്ക്. നല്ല ഒഴുക്കാണ്. ഇപ്പം നമുക്ക് ആ വെള്ളത്തെ തൊടാൻ പറ്റത്തില്ല. കൊടും തണുപ്പാണ്. വെളിയിൽ 7 ഡിഗ്രി എന്ന് പറയുമ്പോഴത്തേക്കും ആ വെള്ളം ലൈക്ക് മൈനസിന് മുകളിലായിരിക്കും ആ വെള്ളം. തണുപ്പല്ലേ? ഓ, ഇതിനകത്തൊക്കെ ഇപ്പം ഇറങ്ങി കുളിക്കുന്നവനെ സമ്മതിക്കണം. ഇപ്പോൾ പൊടി പോലും ഇല്ല. അത്ര ഫ്ലോ അല്ലേ ഒഴുക്ക്. ഞാനും കിരണും ഒന്ന് ഫ്ലോട്ട് ചെയ്തിട്ട് അങ്ങ് പോവാ. അവിടെ എവിടെയോ പിടിച്ചു നിന്നിട്ട് അവിടുന്ന് പിന്നെ 1 കിലോമീറ്റർ തിരിച്ചു കടന്നു. അത് ശരി. അതെന്നാ മുങ്ങി കല്ലെടുത്തു. അവനെ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് ഇവൻ്റെ നോക്കിക്കോണം. ഇപ്പൊ അവൻ അതിനകത്ത് മുങ്ങിട്ട് കല്ല് മുമ്പേ എടുത്തു, കടിച്ചെടുത്തോണ്ട് പോയി. ഇതാ പോവാ. മുടിഞ്ഞ തണുപ്പ്. അതിനകത്ത് അവൻ ഇറങ്ങി നിൽക്കുന്ന കണ്ടോ. ഓ സൂപ്പർ. അവന് വെള്ളത്തിനകത്ത് ഇങ്ങനെ ഇറങ്ങി നിൽക്കുക. തണുപ്പൊന്നും ഒരു വിഷയമല്ല എന്നുള്ള അണ്ണന്. പിള്ളേരുമായിട്ട് കളിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുക. പോന്ന് കളിക്കാൻ കൊള്ളാം. അതിനകത്ത് മീനൊന്നും ഇല്ല. പിന്നെ എന്താണോ നോക്കുന്നത്? സ്ഥിരം പ്ലേസാന്ന് തോന്നുന്നു. പിള്ളേരുടെ കളിക്കുക. അവൻ കല്ലെടുത്തോണ്ടേ പോകത്തുള്ളൂ തോന്നുന്നു. അവന് പറ്റിയ കല്ല് നോക്കി നിൽക്കുക. അതേ മുങ്ങി 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 ഒരു കല്ലെടുത്തു വെളി കൊണ്ടുവന്നു. നൈസ്. അവൻ 3ാമത്തെ പ്രാവശ്യം മുങ്ങിയിട്ട് അവൻ കല്ല് തപ്പിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഒരു പട്ടി വെള്ളത്തിൽ മുങ്ങി കല്ല് കടിച്ചെടുത്തിട്ട് വെളി വരുന്നത്. ചെറിയ കല്ലാണ് അവന് കിട്ടിയത്. അതിൻ്റെ കയറി പോന്നു. കല്ലവിടെ ഇട്ടിട്ട് അവിടെ ഇട്ടു കളഞ്ഞു. അദ്ദേഹം പോവാ. ഓ ഓ ഓ ഓ ല്ലോ. ഇവന്റെ 4ാമത്തെ പ്രാവശ്യം കല്ലെടുക്കാൻ വേണ്ടി കയറി. ആ കല്ലെടുത്തു. അവൻ കല്ലെടുത്തു വെളി കൊണ്ടുപോകും. ദാണ്ട് ആ കല്ലവിടെ കളഞ്ഞു. അവിടെ ഇട്ടിട്ട് അവൻ പോവാണ്. പിന്നെന്താ ഇറങ്ങി വരുന്നു കല്ലെടുക്കാൻ. അടുത്ത കല്ലിന് വേണ്ടി അവൻ തപ്പുവാണ്.
അദ്ദേഹത്തിൻ്റെ മുതലാളി വന്നു, മതി നീ കല്ലെടുത്തെന്ന് പറയുന്നു. പട്ടികളാ, അതും കിടിലൻ പട്ടികൾ, സൂപ്പർ പട്ടികൾ. ഇംഗ്ലീഷ് ഗാർഡൻ സൂപ്പറാണ്. മ്യൂണിക്കിൽ വന്നു കഴിഞ്ഞാൽ വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ് ഇംഗ്ലീഷ് ഗാർഡൻ. മൂത്രമൊഴിക്കുക. അടിപൊളി പട്ടികൾ, സൂപ്പർ. ഇവിടൊക്കെ ഒരു വേനൽക്കാല സമയത്ത് ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് കുളിക്കുന്ന ഒരു സ്ഥലമായത്. ഇവിടെ എല്ലാം നിറച്ച ആൾക്കാരായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നത് ജൂലൈ സമയത്താണെന്ന് തോന്നുന്നു. ആ സമയത്ത് ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു. ഇവിടെ മുഴുവൻ കുളിക്കുന്ന ആൾക്കാർ കുളിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. ഇവിടെ മ്യൂണിക് സിറ്റിക്ക് നടുവിൽ അടിപൊളി ഒരു ഗാർഡൻ. ഏതാണ്ട് 2-2.5 മണിക്കൂർ ഇംഗ്ലീഷ് ഗാർഡൻ ഒക്കെ ഇറങ്ങി നമ്മളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങുവാണ്. ഏതാണ്ട് 300 വർഷത്തെ ചരിത്രമുള്ള ഒരു ഗാർഡനാണ് നമ്മളിപ്പോൾ കണ്ട ഇംഗ്ലീഷ് ഗാർഡൻ. ഏതാണ്ട് 4 കിലോമീറ്റർ സ്ക്വയറാണ് അതിൻ്റെ വലിപ്പം. അങ്ങനെ നമ്മൾ മ്യൂണിക്കിൽ നിന്ന് നേരെ തിരിച്ച് നമ്മുടെ റാവൻസ്ബർഗിലോട്ട് പോവുകയാണ്. മ്യൂണിക്ക് വിട്ടു, പിന്നെ നേരെ പോകുന്നത് റാവൻസ്ബർഗ്. നമ്മുടെ യാത്ര ഇപ്പോൾ റാവൻസ്ബർഗിലോട്ടാണ്. ഒരു മഴക്കോളൊക്കെ ഉണ്ട്. വലിയ ടണൽസ് ഒന്നുമില്ല, ചെറിയ ചെറിയ 1 കിലോമീറ്റർ 1/2 കിലോമീറ്റർ ഒക്കെ ഉള്ള ടണൽസേ ഉള്ളൂ ഇപ്പം ഈ റൂട്ടിൽ. നല്ല വെയിലുണ്ട്. വെളിയിലത്തെ തണുപ്പെന്ന് പറയുന്നത് 8 ഡിഗ്രി. ഇവിടെ കാർ പാർക്കിംഗ് ഇട്ടിട്ട് പെട്രോൾ സ്റ്റേഷനിൽ കയറി ഓൺ ദ വേ ടു മ്യൂണിക് ടു റാവൻസ്ബർഗിൽ റിട്ടേൺ. എന്നിട്ടൊരു മക്ഡി കയറി, മക്ഡൊണാൾഡ്സിൽ. യൂറോപ്പിൽ വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് മക്ഡൊണാൾഡ്സിൽ കയറുന്നത്. അവിടെ കയറി ഓർഡർ പ്ലേസ് ചെയ്യുക. അങ്ങനെ ഗൈസ്, നമ്മൾ ഇവിടെ മക്ഡൊണാൾഡ്സ് ഓർഡർ ചെയ്തു. ഏതാണ്ട് 31 യൂറോ. 4 അത് നമ്മളെടുത്ത ബിഗ് ടേസ്റ്റി, പിന്നെ അവിടെ ഒരു ബിഗ് ടേസ്റ്റി, ഇവിടെ ഒരു ഡബിൾ ചീസ് ബർഗർ എടുത്തതിന് 31 യൂറോ. ഞാൻ ഈ വില പറയാൻ കാര്യം, നമ്മൾ ആ മിഡിൽ ഈസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുന്നതുകൊണ്ടാണ്. യൂറോപ്പിൽ വരുമ്പോൾ ഏകദേശം എന്താണ് വില വരുന്നതെന്ന് ഏകദേശം നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ എല്ലാ പ്രാവശ്യവും വില പറയുന്നത്. അറ്റ്ലീസ്റ്റ് ഏറ്റവും അടിസ്ഥാനപരമായ ഒരു മീലാണ് മക്ഡൊണാൾഡ്സ് ലോകത്ത് എവിടെ ചെന്നാലും. അത് നമുക്ക് ഏകദേശം പറയുകയാണെങ്കിൽ ഒരു 4 പേര് കഴിക്കുമ്പം ഒരു സാധാരണ സാൻഡ്വിച്ച് ടൈപ്പ് എടുത്ത മീലല്ലാതെ ഒരു 30 യൂറോ, 31, ഒരു 10 യൂറോ ഈച്ച് പേഴ്സൺ അങ്ങനെ വരും. നമ്മൾ ഇങ്ങോട്ട് വന്ന് കണ്ട അമ്യൂസ്മെൻറ്റ് പാർക്ക് അത്. ഗ്രാമത്തിലോട്ടൊക്കെ ഉള്ള ഇലക്ട്രിസിറ്റി കൊടുക്കുന്നതിനായിരിക്കും. ഭയങ്കര വലിയ ഏരിയയിൽ സോളാറുണ്ട്. ഓരോ ഭാഗത്തും ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ ഓട്ടോബാൻ ഹൈവേയിലാണ്. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് 156 കിലോമീറ്റർ സ്പീഡിലാണ്. ടണലിലോട്ട് കയറാൻ പോവാം. ഈ ടണലിൻ്റെ വലിപ്പം ഇവിടെയൊക്കെ കണ്ടോ, ക്യാമറകളുണ്ട്. പക്ഷെ ഒന്നും സ്പീഡ് ക്യാമറകളല്ല. 600 മീറ്ററാണ് ഇതിൻ്റെ നീളം. ഇപ്പം 165 കിലോമീറ്റർ സ്പീഡിലാണ്, 160 ആ സ്പീഡിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. 165, 170 ആ റേഞ്ചിലാണ് നമ്മൾ ഓട്ടോബാനിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്.
നമ്മളുടെ യൂറോപ്യൻ യാത്രകളിൽ ഏറ്റവും കൂടുതൽ വണ്ടിയെടുത്ത് സ്വന്തമായിട്ട് പ്രൈവറ്റ് വെഹിക്കിളിലാണ് നമ്മൾ കൂടുതലും സഞ്ചരിക്കുക. റെൻ്റ് കാർ എടുക്കുക, എന്നിട്ട് യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളിലും റോഡ് മാർഗ്ഗം സഞ്ചരിക്കുക എന്നുള്ളതാണ് കൂടുതലും ഞങ്ങളെ സംബന്ധിച്ച് കുറേ ഈസി ആയിട്ട് ഫീൽ ചെയ്തിരിക്കുന്നത്. കുറച്ച് കോസ്റ്റ് നമുക്കിപ്പോൾ കൂടിയാലും നമുക്ക് എവിടെയൊക്കെ വേണേലും നിൽക്കാം, ഏതൊക്കെ ഗ്രാമങ്ങളിൽ പോയിട്ട് പോകാൻ പറ്റാത്തടത്തുകൂടെ നമുക്ക് സഞ്ചരിക്കാം, ഉൾഗ്രാമങ്ങളിൽ പോയി താമസിക്കാം. ഇതുപോലെയുള്ള ഉൾഗ്രാമങ്ങളിലോട്ടൊക്കെ പോകണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കയ്യിലൊരു കാറുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കിതുപോലെ യാത്ര ചെയ്യാൻ സാധിക്കുക. അപ്പോൾ അതുപോലെ യൂറോപ്പിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഏത് എയർപോർട്ടിലാണോ വരുന്നത് ആ എയർപോർട്ടിൽ നിന്ന് റെൻ്റ് കാർ എടുത്ത് അങ്ങനെ യാത്ര ചെയ്യാനുള്ള പ്ലാൻ എടുക്കുകയായിരിക്കും വളരെ നല്ലതെന്നുള്ളതാണ് ഞങ്ങൾക്കുള്ള ഒരു അനുഭവം. അതുപോലെ യൂറോപ്പിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ മനോഹരമായ ഭൂപ്രകൃതി, അതിൻ്റെ നടുവിലൂടെ പോകുന്ന റോഡ്, വളരെ ശാന്തസുന്ദരമായ യാത്രയാണ് മോസ്റ്റ്ലി നമുക്ക് യൂറോപ്പിൽ കിട്ടുന്ന അനുഭവം. നമ്മളങ്ങനെ വലിയ തിരക്കില്ലാത്ത റോഡുകളിൽ കൂടെ വലിയ സ്പീഡല്ലാതെ അത്യാവശ്യം സ്പീഡ് എടുത്തുമൊക്കെ ഇങ്ങനെ ഈ മനോഹരമായ കാഴ്ച കണ്ട് ഇങ്ങനെ പോകുന്നു. ഞാൻ ഈ ജർമ്മനിയിൽ ഒരു വീട് പോലും ഫോർ സെയിൽ കാണുന്നില്ല. പിന്നെ ബ്യൂട്ടിഫുൾ വില്ലേജ്. ഭംഗി എന്നൊക്കെ പറഞ്ഞാൽ വിചാരിക്കുന്നതിനപ്പുറം ഭംഗി. ഞങ്ങള് മ്യൂണിക്ക് പോകുന്നുണ്ടോ? ശരി പൊന്നൂസേ, മക്കൾ അമ്മമ്മയോട് സംസാരിക്കാം. നൈസ് അല്ലേ? ശരി അമ്മ. വയൻകാട്ടിലോട്ടാണ് പോകുന്നത്. ഇവിടെ 70 കിലോമീറ്ററാണ് സ്പീഡ്. ഒരു വില്ലേജ് ഏരിയ. ഇപ്പോൾ സമയം ഇവിടെ 4:30 ആയുള്ളൂ, പക്ഷെ കണ്ട ഒരു 7 മണിയിലൊക്കെ. ഒക്കെ കുറേ വീടുകൾ കണ്ടു. ഇതൊക്കെ പുതിയ പുതിയ ബിൽഡിങ്ങുകൾ വരുന്നതെന്ന് തോന്നുന്നു. എല്ലായിടത്തും ഉണ്ട് ഈ സോളാർ വീടുകൾ മൊത്തം. മിക്കവാറും എല്ലാ വീട്ടിലും സോളാർ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് 9 കിലോമീറ്ററേ ഉള്ളൂ. അങ്ങോട്ട് കാടാ, അങ്ങോട്ട് മേളിലോട്ട് നമ്മുടെ അവിടുന്ന് കാണാലോ. രസം ഇവിടെ കാണാൻ. നമ്മളിവിടെ നമ്മൾ താമസിക്കുന്നിടത്ത് 8 കിലോമീറ്ററോ? 8 കിലോമീറ്റർ. പാടങ്ങളാണ് രണ്ട് സൈഡ് ഇപ്പം ഉഴുതു മറിച്ചിട്ടിരിക്കുകയാണ്. ഒരു സൂപ്പർ മാർക്കറ്റ്. മുഴുവൻ സോളാർ. നമ്മളങ്ങനെ വൈൻ ഗാർഡനിലെത്തി. ഊട് വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ്. ചെറിയ വഴി, ഒരു വണ്ടി കരഞ്ഞു പോകും, അത്രേ ഉള്ളൂ. നമ്മളിവിടെ ഹമ്മേലെ വരുമ്പോഴത്തേക്ക് ഇന്നൊരു മലയാളി പയ്യനെ കണ്ടു, ഡോൺ, അങ്കമാലിക്കാരൻ. ഇന്നലെ രാവിലെ ഞങ്ങള് അപ്പോൾ അങ്ങനെ നമ്മുടെ മലയാളി പിള്ളേരാണ് ജർമ്മനി മുഴുവൻ. കുറച്ച് കഴിയുമ്പോൾ മിക്കവാറും ജർമ്മൻസ് മാറി മലയാളീസ് ആവുമെന്നൊരു ചെറിയ സംശയമുണ്ട്. നമ്മൾ നാട്ടിൽ വരുമ്പോഴത്തേക്കും നാട്ടിലേക്കാളും സ്നേഹം നമ്മളുമായിട്ടുള്ള ആ ഒരു, നമ്മളെ കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷമൊക്കെ ഭയങ്കരമാണ് മലയാളി പിള്ളേർക്ക്. ഇതും ചക്കുവിൻ്റെ ഒരു ജൂനിയറാണ് ഡോൺ. നമ്മുടെ വീടിനടുത്തുള്ള ഒരു ഹമ്മേലാണിത്. മക്കളെ ഹമ്മേന്ന് പോയിട്ട് കോഫി, അങ്ങനെ ബ്രെഡ് എല്ലാവരും മേടിച്ചു. കണ്ടോ, ഇതെല്ലാം വാങ്ങി നമ്മൾ നേരെ പോവാണ്, നമ്മുടെ റൂമിലോട്ട് പോവാണ്. ഇത് ഒരു സിറ്റി സെൻറ്ററാണ്. ചത്ത് കിടക്കുവാണ് ഞായറാഴ്ച ആയതുകൊണ്ട്. കണ്ടോ, കുറേ അമ്മച്ചിമാർ മാത്രം വരുന്നുണ്ട്, വളരെ വയസ്സായ അമ്മൂമ്മമാർ. നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഇത്രയും വയസ്സായ അമ്മൂമ്മമാരൊന്നും വെളിയിറങ്ങി നടക്കത്ത് പോലുമില്ല.
ഈ കൊടും തണുപ്പത്ത് അവർ ഈവനിങ് വാക്കിന് ഇറങ്ങി നടക്കുന്നുണ്ടോ. അങ്ങനെ നമ്മുടെ മ്യൂണിക് ട്രിപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുന്നു. ഇനി ഡിന്നറൊക്കെ വെച്ചിട്ട് ഇന്നത്തെ നൈറ്റ് ഡിന്നറൊക്കെ കഴിഞ്ഞ് കിടക്കണം. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണാം. ബൈ.